ലക്ഷ്മണ സാന്ത്വനം. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യകാണ്ഡത്തിലെ പ്രസിദ്ധ ഭാഗമാണ് ലക്ഷ്മണ സാന്ത്വനം. കൈകേയിയുടെ പ്രേരണ മൂലം ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങി. പിതാവായ ദശരഥൻ്റെ പ്രതിജ്ഞ പാലിക്കാനായി ശ്രീരാമൻ വനവാസത്തിനൊരുങ്ങുന്നു. ഈ വിവരമറിഞ്ഞ് അത്യന്തം ദേഷ്യത്തോടെ രാമസന്നിധിയിലെത്തിയ ലക്ഷ്മണനെ സമചിത്തനാക്കാൻ ശ്രീരാമചന്ദ്രൻ നൽകുന്ന ഉപദേശമാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗം. പാഠഭാഗത്തിലെ ചില പദങ്ങളും അവയുടെ അർത്ഥങ്ങളും നമുക്ക് പരിചയപ്പെടാം. സന്നിഭം, തുല്യം. മർത്യൻ, മനുഷ്യൻ. ക്ഷണഭംഗുരം, പെട്ടെന്ന് നശിക്കുന്നത്. ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നാണ്. ഗളം, കഴുത്ത്. ഗളസ്തം, തൊണ്ടയിൽ അകപ്പെട്ട. ദർദുരം എന്നാൽ തവള. അഹി എന്ന് പറഞ്ഞാൽ പാമ്പാണ്. കാലാഹി എന്ന് പറഞ്ഞാൽ കാലമാകുന്ന പാമ്പ്. പരിഗ്രസ്തം, വിഴുങ്ങപ്പെട്ട. ആലോലം എന്ന് പറഞ്ഞാൽ ഇളകുന്ന. ചേതസ്, മനസ്സ്. മിത്രം, സുഹൃത്ത്. അമ്പുബിന്ദു, വെള്ളത്തുള്ളി എന്നാണ് അതിനർത്ഥം. കളത്രം, ഭാര്യ. സംഗമം, കൂടിച്ചേരൽ. പാന്തർ, വഴിയാത്രക്കാർ. താന്തരായി എന്ന് പറഞ്ഞാൽ ക്ഷീണിതരായി എന്നാണ് അർത്ഥം. വിയോഗം, വേർപാട്. നദ്യാം എന്ന് പറഞ്ഞാൽ നദിയിലൂടെ. കാഷ്ടങ്ങൾ, തടിക്കഷ്ണങ്ങൾ. ആലയം എന്ന് പറഞ്ഞാൽ വീട്, കുടുംബം എന്നൊക്കെ അർത്ഥമുണ്ട്. ലക്ഷ്മി, ഐശ്വര്യം. അസ്ഥിര, സ്ഥിരമല്ലാത്തത്. അധ്രുവം, അധ്രുവം എന്ന് പറഞ്ഞാൽ അസ്ഥിരം എന്നാണ് അർത്ഥം. സമാനം എന്ന് പറഞ്ഞാൽ തുല്യം എന്നതാണ്. അടുത്ത പദം നൃണാം. നൃണാം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക്. നിരൂപിക്കുക, കരുതുക അല്ലെങ്കിൽ വിചാരിക്കുക. രാഗം, രാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേമം എന്നാണ് അർത്ഥം. സങ്കുലം, സങ്കുലം കൂടിച്ചേർന്നത്. സംസാരം, ലോകജീവിതം. അഹം, ബുദ്ധി, ഞാൻ എന്ന ഭാവം. ബ്രാഹ്മണോഹം, ഞാൻ ബ്രാഹ്മണനാണ്. ആഠ്യൻ, ഉന്നത കുല ജാതൻ അല്ലെങ്കിൽ ശ്രേഷ്ഠൻ. ആമ്രേഡിതം, ആവർത്തിച്ച് പറയുക എന്നതാണ് ഈ പദത്തിനർത്ഥം. ദശാന്തരെ, കാലഘട്ടത്തിൽ. വെണ്ണീർ, ചാരം. കായം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. അവിദ്യ, അവിദ്യ എന്ന് പറയുന്നത് അജ്ഞാനം. പഞ്ചഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ്? അഗ്നി, ജലം, വായു, ഭൂമി, ആകാശം. അടുത്ത പദം ത്വക്ക്. ത്വക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊലി എന്നാണ് അർത്ഥം. പരിണാമി എന്ന് പറഞ്ഞാൽ മാറ്റമുള്ളത്. അടുത്ത പദം മാനസതാര്, പൂ പോലുള്ള മനസ്സ്. വികാരി എന്ന് പറഞ്ഞാൽ മാറ്റമുള്ളത്. സംസാരകാരിണി എന്ന് പറഞ്ഞാൽ ലോക ദുഃഖങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഹന്ത്രി, ഹനിക്കുന്നവൾ. താര്, പൂവ്. തവ, നിന്റെ. അവിദ്യ, അവിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞാനം എന്നാണ് അർത്ഥം. ഏകാന്ത ചേതസ, ഏകാഗ്രമായ മനസ്സോടെ. തത്ര, തത്ര എന്ന് പറഞ്ഞാൽ അവിടെ. കാമം, ആഗ്രഹം. ക്രോധം, ദേഷ്യം. ലോഭം, ആർത്തി. മുക്തി, മോക്ഷം. വിഘ്നം, തടസ്സം. മറ്റൊരു പദമാണ് രോഷം. രോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? കോപം. ദേഹം, ശരീരം. ഭ്രാതാവ്, സഹോദരൻ. ഹനിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ് അർത്ഥം. ലോകം, ലോകം എന്ന് പറഞ്ഞാൽ ജനം. പുമാൻ, പുരുഷൻ. അടുത്ത പദം നിജ. നിജ എന്ന് പറഞ്ഞാൽ തന്നെ സംബന്ധിക്കുന്നത്. ക്ഷയം, നാശം. പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. ബുദ്ധജനം, അറിവുള്ളവർ. നരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ്. ഇനി നമുക്ക് പര്യായ പദങ്ങൾ നോക്കാം. ആദ്യത്തെ പദം നോക്കാം. ലക്ഷ്മണൻ. സൗമിത്രി, ശ്രീലൻ, ശ്രീമാൻ. അടുത്ത പദം വാക്ക്. ഉക്തി, ഗീര്, ഭാഷിതം. രാജ്യത്തിൻ്റെ പര്യായങ്ങൾ നോക്കൂ. രാഷ്ട്രം, ജനപദം.
ദേഹത്തിൻ്റെ പര്യായങ്ങൾ കായം, ശരീരം, മേനി. വിശ്വം, ഭുവനം, ലോകം, ജഗത്ത്. ധനം, സമ്പത്ത്, ദ്രവ്യം, അർത്ഥം. സത്യം എന്ന പദത്തിന് പര്യായങ്ങൾ തഥ്യം, ഋതം. മിന്നൽ പിണർ, മിന്നൽ പിണർ എന്ന പദത്തിൻ്റെ പര്യായങ്ങളാണ് ക്ഷണപ്രഭ, സൗദാമിനി, ക്ഷണ. വഹ്നി, തീയ്, അഗ്നി, അനലൻ. അമ്പു, ജലം, വാരിധി, തോയൻ. മർത്യൻ എന്ന പദത്തിന് പര്യായങ്ങളാണ് മനുഷ്യൻ, മാനവൻ, നരൻ. ചക്ഷുശ്രവണൻ, പാമ്പ്, ഉരകം, ഫണി. ഗളം എന്ന പദത്തിൻ്റെ പര്യായങ്ങളാണ് കഴുത്ത്, കണ്ഠം. ഇനി ദർദുരം, ദർദുരം എന്ന് പറഞ്ഞാൽ തവളയാണ്. പര്യായങ്ങളാണ് തവള, മണ്ടൂകം, പ്ലവങ്കം. ലോകം, ജഗത്ത്, ഉലകം, ഭുവനം. പുത്രൻ, തനയൻ, മകൻ, ആത്മജൻ. അടുത്ത പദം കളത്രം, ഭാര്യ, പത്നി, കാന്ത. പാന്ധർ, പഥികർ, വഴിപോക്കർ, അദ്വ. നദി, ആറ്, പുഴ, തരങ്കിണി. ലക്ഷ്മി, കമല, ശ്രീ, രമ. മറ്റു ചില പദങ്ങൾ കൂടി നോക്കാം. നരേന്ദ്രൻ, അരജൻ, നൃപൻ, മന്നൻ. ആലയം എന്ന് പറയുന്നതിന് പര്യായങ്ങളാണ് വീട്, ഗൃഹം, വാസസ്ഥാനം. ബുദ്ധിക്ക് പര്യായങ്ങളാണ് ധീ, മതി, മനിഷ. വെണ്ണീർ, വെണ്ണീർ എന്നതിന് പര്യായം ചാരം, ഭസ്മം. മണ്ണ്, മൃത്ത്, മൃത്തിക. അടുത്ത പദം കൃമി, പുഴു, കീടം. മാംസം, മാംസത്തിന് പര്യായങ്ങളാണ് പലലം, ക്രവ്യം. രക്തം, ചോര, നീണം, രുധിരം. അസ്ഥി, എല്ല്, കീകസം, കല്യം. താര്, കുസുമം, സുമം, സൂനം. അടുത്ത പദം മാതാവ്, അമ്മ, ജനനി, തായ. പിതാവ്, അച്ഛൻ, താതൻ, ജനകൻ തുടങ്ങിയ പദങ്ങൾ പിതാവിന് പര്യായങ്ങളാണ്. ഭ്രാതാവ്, ഭ്രാതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? സഹോദരൻ. പര്യായങ്ങളാണ് സഹോദരൻ, സോദരൻ, സഹജൻ. സഖി, തോഴി, ആളി, സ്നേഹിത. ക്ഷയം, നാശം, കുറവ്, ഇടിവ്. സംസാരകാരിണി, ദുഃഖകാരിണി, വിനാശകാരിണി. മോക്ഷാർത്ഥി, ജ്ഞാനാർത്ഥി, വിദ്യാർത്ഥി. അടുത്തതായി നമുക്ക് നാനാർത്ഥങ്ങൾ നോക്കാം. വാക്ക്, ഭാഷിതം, വാഗ്ദാനം, ചൊല്ല്. തത്വം, പരമാർത്ഥം, സത്യം, സാരം. അടുത്ത പദം പൂരം, ഉത്സവം, ഒരു നാള്. കർമ്മം, കർമ്മം എന്നാൽ പ്രവൃത്തി, വിധി, യാഗം എന്നിങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ട്. സത്യം, പരമാർത്ഥം, ശബദം. ഫലം, പഴം, കായ്, സാധ്യം, പ്രയോജനം. ലോഹം, ഘനപദാർത്ഥം, ഉരുക്ക്, ശാസ്ത്രം. ബിന്ദു എന്ന പദത്തിൻ്റെ പല അർത്ഥങ്ങളാണ് വെള്ളത്തുള്ളി, പൂർണ്ണവിരാമം, പൂജ്യം തുടങ്ങിയവ. അടുത്ത പദം ക്ഷണം, ക്ഷണം എന്ന് പറഞ്ഞാൽ അല്പനേരം, വിരുന്ന് വിളിക്കൽ. അങ്ങനെ രണ്ടർത്ഥങ്ങളാണുള്ളത്. ഭംഗുരം, ക്ഷണികം, നാശം. ലോകം, ലോകം എന്ന് പറഞ്ഞാൽ ഭുവനമെന്നും ജനമെന്നും സമൂഹമെന്നും അർത്ഥമുണ്ട്. മിത്രം, മിത്രം എന്ന് പറഞ്ഞാൽ ബന്ധു, ഇഷ്ടൻ. ചെഞ്ചല, ചഞ്ചല എന്ന് പറഞ്ഞാൽ ഇളകുന്ന, മിന്നൽ, ലക്ഷ്മി എന്നീ പല അർത്ഥങ്ങളുമുണ്ട്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യദേവതയെന്നും സമ്പത്തെന്നും ശോഭയെന്നും അർത്ഥമുണ്ട്. കാഷ്ടം, തടിക്കഷ്ണം, വിറക്, വടി. ഭോഗം, സുഖാനുഭവം, സന്തോഷം, ആദായം.
സംസാരം, ലോകം, സംഭാഷണം, ജനന മരണങ്ങൾ. ബുദ്ധി എന്ന് പറയുന്ന വാക്കിൻ്റെ നാനാർത്ഥങ്ങളാണ് തിരിച്ചറിവ്, ആശയം, ഉപദേശം. കൃമി എന്ന് പറയുന്ന വാക്കിൻ്റെ നാനാർത്ഥങ്ങൾ പുഴു, അരക്ക്, എട്ടുകാലി. ഭൂതം, കഴിഞ്ഞത്, പിശാച്, ശിവന്റെ ഭൃത്യൻ. വികാരി, മാറ്റമുള്ളത്, പുരോഹിതൻ. കായം, ശരീരം, ഒരു അങ്ങാടി മരുന്ന്, കറിക്കായം. വിദ്യ, വിദ്യ എന്ന വാക്കിൻ്റെ അർത്ഥങ്ങളാണ് അറിവ്, ദുർഗ, മന്ത്രവാദം. ക്ഷയം, നാശം, ചെലവ്, ഒരു രോഗം. അടുത്തതായി വിപരീത പദങ്ങൾ നോക്കാം. സാധ്യം, അസാധ്യം. ദൃശ്യം, അദൃശ്യം. ആദി, അന്തം. നഷ്ടം, ലാഭം. വിയോഗം, സംയോഗം. തവ, മമ. ചഞ്ചലം, അചഞ്ചലം. വിഘ്നം, അവിഘ്നം. ശത്രു, മിത്രം. അപേക്ഷിക്കുക, ഉപേക്ഷിക്കുക. വിയോഗം, സംഗമം. അസ്ഥിര, സ്ഥിര. സുഖം, ദുഃഖം. തുല്യം, അതുല്യം. അഭിമാനം, അപമാനം. ജ്ഞാനം, അജ്ഞാനം. അവിദ്യ, വിദ്യ. ബന്ധനം, മോചനം. ക്ഷയം, വൃദ്ധി. അധ്രുവം, ധ്രുവം. എതിർലിംഗം നോക്കാം. വത്സൻ, വത്സ. കുമാരൻ, കുമാരി. പുത്രൻ, പുത്രി. പാന്തൻ, പാന്ത. മാതാവ്, പിതാവ്. പുമാൻ, പൂമാനിനി. അർത്ഥവ്യത്യാസം നോക്കാം. രാഗം, രാഗം എന്ന് പറഞ്ഞാൽ സ്നേഹം, രോഗം, അസുഖം. പരിണാമം, പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നാണ്. പരിമാണം എന്ന് പറഞ്ഞാലോ അളവ് എന്നാണ്. ഭോഗം എന്ന് പറയുന്നത് സുഖമാണ്. ഭീകം, തവള. പുരം, പട്ടണം. പൂരം, ഉത്സവം. അഹി, പാമ്പ്. അഹം, ഞാൻ എന്ന് ഭാവം. സത്വം എന്ന് പറഞ്ഞാൽ പിശാച്. തത്വം എന്ന് പറഞ്ഞാൽ പരമാർത്ഥം. ധാന്യം, നെല്ല്. ധ്യാനം, ഈശ്വരനെ വിചാരിക്കൽ. ക്ഷണം, വിളി. ക്ഷണനം, വധം. ഭോഗം, സുഖാനുഭവം. ഭാഗം, ചങ്ക്. ലോഭം, പണക്കൊതി. ലാഭം, നേട്ടം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ പാഠഭാഗത്തു നിന്നുള്ള ചോദ്യോത്തരങ്ങളെ പരിചയപ്പെടാം.